KCB സബ് എഞ്ചിനീയർ അതേപോലെ തന്നെ KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാംസുകൾ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. KCBയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇൻസൈറ്റുകളും ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ KCB സബ് എഞ്ചിനീയർ ഓൾറെഡി നിങ്ങൾക്കറിയാം, നമുക്കൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. KCB അസിസ്റ്റന്റ് എഞ്ചിനീയറിലും ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അപ്പോൾ KCB അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ 369 അഡ്വൈസുകൾ. ഇതെങ്ങനെ വെച്ചാൽ നേരത്തെ 264 ആയിരുന്നു, പിന്നെ 105 പുതിയ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോട് ചേർത്തപ്പോൾ 369 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ആകെയുള്ളത് 364 പേരാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 369 വന്നിട്ടുണ്ടാവുക? സ്വാഭാവികമായിട്ടും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണ് ഈ നമ്പറിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ മെയിൻ ലിസ്റ്റിലെ എല്ലാ ആളുകൾക്കും ജോലി ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ റാങ്ക് ലിസ്റ്റ് എന്തായിട്ട് പോകണം, എക്സ്പയർഡ് ആയിട്ട് പോകണം. പിന്നെ എന്തുകൊണ്ട് ഇത് എക്സ്പയർഡ് ആയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ, ഈ മെയിൻ ലിസ്റ്റിലെ എല്ലാ ആളുകൾക്കും ഇതിനോടകം ജോലി കിട്ടിയിട്ടില്ല. ഈ 369 എന്ന് പറയുന്ന നമ്പറിൽ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്തിട്ടില്ല, ജോലി ലഭിച്ചിട്ടില്ല. നമ്മൾ കാറ്റഗറി വൈസ് ലിസ്റ്റിലേക്ക് നോക്കണം. ഓപ്പൺ കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 279 എത്തിയിട്ടുള്ളൂ. ഈ 279 എന്ന് പറയുന്നത് 364 എത്തുകയാണെങ്കിൽ എന്ന് വെച്ചാൽ 21 64 85 ഓപ്പൺ കാറ്റഗറി ഉദ്യോഗാർത്ഥികൾ കൂടി ജോലി ലഭിച്ചാൽ, ഓക്കെ, 85 സ്റ്റുഡൻസിനോട് എന്ത് ചെയ്യാണ്, ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഈ 279 എന്നുള്ളത് എന്തായിട്ട് മാറും, 364 ആയിട്ട് മാറും. അതോടുകൂടി ഈ റാങ്ക് ലിസ്റ്റ് എന്താവും, എക്സ്പയർഡ് ആവും. ഇതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. അതായത് മെയിൻ ലിസ്റ്റിലെ അവസാനത്തെ ആൾക്കും ജോലി ലഭിക്കുന്നതോടുകൂടി ഒരു റാങ്ക് ലിസ്റ്റ് എന്താവും, എക്സ്പയർഡ് ആവും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും വേക്കൻസീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും. പുതിയ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഇനി അതല്ല, ഇതിപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ വർഷം തന്നെ, ഇപ്പം നമ്മൾ മാർച്ച് ആയിട്ടേ ഉള്ളൂ, ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുന്ന സമയത്ത് തന്നെ വീണ്ടും വേക്കൻസീസ് ഒക്കെ വന്ന് ഇത് ഫില്ലായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എക്സ്പയർഡ് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നീട് എന്ത് ചെയ്യും, പുതിയൊരു നോട്ടിഫിക്കേഷനും പുതിയ എക്സാമും ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി അതല്ല, ഇപ്രാവശ്യം എന്ത് ചെയ്തിട്ടില്ല, എക്സോസ്റ്റഡ് ആയില്ല എന്ന് വിചാരിക്കുക. എന്നാൽ പോലും നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി 2024 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 2027 വരെ ഇതിനെന്തുള്ളൂ, വാലിഡിറ്റി വരുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും 2027 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അതായത് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും ജോലി ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ, മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും ആ ഒരു കേസ് വന്നാൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും, പുതിയ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. രണ്ടാമത്തെ സാധ്യതയാണ് 2027, അതായത് അടുത്ത വർഷം. നിങ്ങൾ നോക്കിയ സമയമൊക്കെ എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നതല്ലേ. മാർച്ച് മാസവും കഴിയാനായി. ഈ വർഷം തുടങ്ങി ജാനുവരി ഫെബ്രുവരി മാർച്ച്. നിങ്ങൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു ഈ ഒരു വർഷം? നിങ്ങൾ ഈ എത്ര എക്സാംസുകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി എത്രത്തോളം എഫേർട്ട് എടുത്തു എന്നുള്ള കാര്യം നിങ്ങളൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തേണ്ടതാണ്. ഇനി നമുക്ക് KCB സബ് എഞ്ചിനീയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ KCB സബ് എഞ്ചിനീയറിൽ ഇപ്പോൾ പോയിരിക്കുന്ന ടോട്ടൽ അഡ്വൈസ് 694. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, 600 ഇവിടെ ഓൾറെഡി KCB Aയിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ വന്നിട്ടും KCB സബിൽ ആ ഒരു ചേഞ്ച് വന്നിട്ടില്ലല്ലോ എന്നുള്ളത്. അതിൻ്റെ കാരണം ഇവിടെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് 7/3/2026 ആണ്. അതായത് KCB Aയിൽ വന്നിരിക്കുന്ന അഡ്വൈസ് പോയിരിക്കുന്നത് 7/3/2026. എന്നാൽ KCB സബ് എഞ്ചിനീയറിൽ പോയ ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് 6/3/2026. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആ അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അത്തരം ആളുകൾ അവിടെ ജോയിൻ ചെയ്യുന്നതോടുകൂടി ഇവിടെ വേക്കൻസീസ് കൂടുതൽ ആഡ് ആവും. 700 കടക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്യാവശ്യം നല്ലൊരു നമ്പറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ലിസ്റ്റ് പോകുന്നുണ്ടാവും. മാത്രമല്ല ഈ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യാൻ പോവാണ്, 29/11/2026 എക്സ്പയർഡ് ആവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ എക്സാം വരും എന്നുള്ള കാര്യം 100% കൺഫേം ആണ്. പിന്നെ എന്ന് വരും എന്നുള്ളത് കൃത്യമായിട്ട് ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ എന്ന് വരും, നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നത് വലിയൊരു അവസരമാണ് അല്ലേ. ഒരു സർക്കാർ ജോലി നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ട് നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമാണ്. നിങ്ങളൊരു ഇലക്ട്രിക്കൽ ഡിപ്ലോമ ഓർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. പരമാവധി നിങ്ങളുടെ ഇലക്ട്രിക്കൽ കഴിഞ്ഞ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഈ എക്സാമിന് വേണ്ടിയിട്ട് KCB സബ് എഞ്ചിനീയറിനും KCB AE എക്സാമിന് വേണ്ടി ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. KCB സബ് എഞ്ചിനീയറിൻ്റെ ഗോൾഡ് ബാച്ചിൻ്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ KCB സബ് എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക.
അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. KCB എയും പഠിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ നിലവിൽ നോർമൽ ബാച്ചാണുള്ളത്. ഗോൾഡ് ബാച്ച് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ബാച്ചസിലും ജോയിൻ ചെയ്യാവുന്നതാണ് വരാനിരിക്കുന്ന ബാച്ചസിലേക്ക്. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങല്ലേ? ഈ അവസരം ഒരിക്കലും മിസ് ചെയ്യരുത്. 2026 നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.